ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ഡേ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് വന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്കൂളൊന്നുമില്ല, സ്കൂളൊന്നും തുറക്കാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ബുധനാഴ്ചത്തെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ അതായത് രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫൈസി കുട്ടീനെ മദർസ് കൊണ്ടാക്കാൻ വേണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 6:30 ആകുമ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ പണികൾ രാവിലെ ഉണ്ട്. കാരണം ഇന്നലെ രാത്രിയാണ് കേട്ടോ നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഇക്കയും കുട്ടികളൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫൈസിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ ചായയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ചായ എനിക്കൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ ഞാനത് കുടിക്കാൻ മറന്നു പോയി കേട്ടോ. ചൂടാക്കിയിട്ട് അവിടെ വെച്ചു. പിന്നെ ഞാനത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് ആദ്യം സിങ്കിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അതിനുള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴുകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വാതിലൊന്ന് തുറന്നിട്ടു കേട്ടോ. കാരണം വാതിൽ തുറന്നിട്ടാൽ തന്നെ എനിക്കൊരു പകുതി ആശ്വാസമാണ് കേട്ടോ. ജനലും വാതിലിങ്ങനെ അടച്ചിട്ടിരിക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടു. പിന്നെ നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഇതാ പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ ആദ്യം തന്നെ വേഗം പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ കുറേ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്പീഡാക്കിയതാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ആ ഒരു കൊട്ടയിലൊന്ന് കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം പോയ ശേഷം പിന്നെ അത് താഴത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ വീതനൊക്കെ ഒന്ന് തുടച്ച് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ അതിൻ്റെ പൊടിയും പിന്നെ ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും എല്ലാത്തിൻ്റെയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പരത്തിയതായതുകൊണ്ട് തന്നെ വീതനൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചടക്കാണ് കേട്ടോ ഡ്രൈ ആയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കമ്പിച്ചകിരിയിൽ കുറച്ച് സോപ്പാക്കിയിട്ട് ഒന്ന് വീതനം ഒന്ന് അങ്ങനെ ചകിരിയും കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ദിവസം ഞാൻ രാത്രി എല്ലാ പണിയും വീതനയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കുക. കാരണം നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മടിയായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കൂടുതൽ ദിവസം ഞാൻ എല്ലാം ചെയ്തിട്ടാണ് കിടക്കുക. പക്ഷേ എന്നാലും ചില ദിവസങ്ങൾ ഇതേപോലെ തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വയ്യായി ഉണ്ടെങ്കിലോ പിന്നെ ലേറ്റായി കഴിഞ്ഞാലൊക്കെ ഞാൻ ഇങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ വീതനയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പണികളെ സമാധാനത്തിൽ തുടങ്ങാം. അപ്പോഴാണ് ഗ്യാസിൻ്റെ ഇവിടേക്ക് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഗ്യാസ് കൂടി കൈയോടെ നിന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ചായ തിളപ്പിച്ചപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇനിതാ ഫാദുക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ബാലവാടിക്ക് പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ആ ബാലവാടി ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂൾ പൂട്ടിയപ്പോൾ ബാലവാടിയും പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്കൂൾ തുറന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പോണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഫൈസിക്കുട്ടി വന്നത് ആ ടിവിയുടെ മുന്നിലിരിക്കുന്നുണ്ട്. അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കൊടുത്തു. പിന്നെ ഇതാ ഫാദുക്കുട്ടി ഞാനും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ടേബിളിൻ്റെ മേലുള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീട്ടിനുള്ളിൽ ചെടികളൊക്കെ വെക്കാൻ. അതൊക്കെ കഴിഞ്ഞതാ ഫാദുക്കുട്ടിൻ്റെ മുടി ഇതങ്ങനെ നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ കെട്ടാൻ മാത്രമായിട്ട് ഇല്ലേനും. പക്ഷേ എനിക്കിങ്ങനെ മുടി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിൽക്കുന്ന കണ്ണിക്കൊന്നും വരുന്നത് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ബണ്ണെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. നമ്മുടെ മുഖത്തേക്കാണ് വെയിൽ. ഈ ഒരു രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഭയങ്കര വെയിലാണ് കേട്ടോ. നല്ല ഇങ്ങനെ വീതനമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളു കേട്ടോ. അമ്മാരി വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈപോഡിൽ വെച്ച സമയത്ത് ഫേസ് നോക്കിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഫാദുക്കുട്ടീൻ്റെ മുഖം പകുതി കാണുള്ളൂ. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ശരിക്കും ഇത് കണ്ടത്. നമ്മളെ ട്രൈപോഡ് പൊട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റിലേക്കൊന്നും വെക്കാൻ പറ്റണില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ. കുറേ ഉണ്ട് കേട്ടോ തിരുമ്പാൻ. അപ്പോൾ ഞാൻ ആദ്യം തുണികളൊക്കെ ഒന്ന് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് തിരുമ്പിയാൽ മതിയല്ലോ. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മുന്നിലൊക്കെ നല്ല വെയിലാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വെയിലത്തേക്ക് നോക്കുമ്പോഴേ എനിക്ക് തലക്കുള്ളിലൊരു എന്തൊക്കെയോ പോലെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ് ഒന്ന് നട്ട് വെച്ചതാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ കുറേ തൈ നമുക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പീസിൽ തന്നെ 3-4 നോട്ട്സ് വരുന്ന അവിടെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ തൈയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലോണം വളരുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. തുണികളൊക്കെ സോപ്പ് പൊടിയിലിട്ടിട്ട് പിന്നെ ഞാനെന്താ വേഗം തീ കത്തിക്കാൻ വിചാരിച്ചു കേട്ടോ. കാരണം തീ കത്തിച്ചിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുഴൽക്കിണറത്തെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോറ് പെട്ടെന്ന് കേട് വരികയാണ് കേട്ടോ. ഒരു 12 രാവിലെ ഇപ്പോൾ പൈസക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണി 1 മണിയാകുമ്പോഴത്തേക്കും ചോറ് കേട് വരാൻ തുടങ്ങുകയാണ് കേട്ടോ. ചൂടും പിന്നെ കുഴൽക്കിണറത്തെ വെള്ളമൊക്കെ കൂടി അതുകൊണ്ട് എന്താ അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ അപ്പുറത്തെ ചേച്ചീൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ കുടിക്കാനും പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളം എടുക്കാറുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് വെള്ളം എടുത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിന്. അത് കഴിഞ്ഞിട്ട് വേഗം തിരുമ്പിടാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 12 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു തിരുമ്പണ കല്ലിൻ്റെ അടുക്ക് വരാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു 5 മണി വരെ നല്ല വെയിലാണ്. അപ്പോൾ ഞാനൊരു ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 9 മണി കഴിഞ്ഞ് 10 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേഗം തിരുമ്പിടാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ഉണ്ട് കേട്ടോ തിരുമ്പാൻ. പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റേഷനരി അല്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വേവുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വെക്കാനെങ്ങാനും വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ഞാൻ തുണികൾ കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ സൈഡിൽ തിരുമ്പി മൊത്തം ഇടാൻ തികയണില്ല കേട്ടോ സ്ഥലം. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ വിരിച്ചിട്ടിട്ട് ബാക്കി ഇതേപോലെ എടുത്തിട്ട് മേലെ കൊണ്ടുപോയി വിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മേലെ സ്റ്റെപ്പ് കയറി പോയി എനിക്ക് ശരിക്കും ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെയിലി തിരുമ്പുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് താഴെ സൈഡിലിടാൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇക്കാൻ്റെയും പിന്നെ എൻ്റെയും കുട്ടികളുടെ എല്ലാം ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അട്ടപ്പാടി പോയി വന്നതും പിന്നെ പോണ ദിവസത്തെയും അതൊക്കെ കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര തോനെ. ഇല്ലാന്നുണ്ടെങ്കിൽ ദിവസം തിരുമ്പുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ മഴയുള്ള സമയത്തൊക്കെ ഉണങ്ങാത്ത ടൈമിലൊക്കെയാണ് ഞാൻ മേലെ കൊണ്ടേ വിരിച്ചിടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ മേലേക്ക് പോകുന്ന സമയത്ത് ഇതിട്ടുകൾ 2 വരും കേട്ടോ. അതാണ് എനിക്ക് ആകെ പേടി കേട്ടോ. ഇങ്ങനെ സൈഡ് ഹൈറ്റൊക്കെ ഉണ്ട്, എന്നാലും ഓടും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരോട് ഒതുങ്ങിയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇത് വേഗം വിരിച്ചിട്ടാണ് കേട്ടോ. കുറച്ചെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരു 2-3 എണ്ണത്തെ തന്നെ ഉള്ളൂ. ബാക്കി കൂടുതൽ നമ്മൾ താഴെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മൾ വറകും കൂടി അടുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുക്കളുടെ സൈഡിൽ അടുക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പാമ്പൊക്കെ വന്നിരിക്കുമെന്ന് പേടിയായതുകൊണ്ട് ആദ്യം അവിടെയാണ് കേട്ടോ അടുക്കിയത്. പിന്നെ അവിടെ കുറച്ച് സ്പേസേ ഉള്ളൂ. വറകടുക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ഉണങ്ങുകയും ചെയ്യും കേട്ടോ. പിന്നെ കൊണ്ടുവന്ന സമയത്ത് നല്ല പച്ചയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ഉണങ്ങി കത്തി വരുന്നത്. ഇത് റബ്ബറിൻ്റെയും പിന്നെ വേറെ എന്തോ സംഭവത്തിൻ്റെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫാദുക്കുട്ടി വന്ന് എത്തി നോക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ തെല്ലത്തേക്ക് വരുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ അതാ ഞാൻ വിറക് ഇതേപോലെ കുറച്ച് ഇവിടുന്ന് താഴത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളുടെ ആ ഒരു ഡോറിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ ഇത് വീഴ. അപ്പോൾ അവിടുന്ന് മെല്ലെ എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ വീടിൻ്റെ നമ്മളെ അടുപ്പിൻ്റെ അടിയത്തെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് വിറകൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാലും ആ ഒരു തീൻ്റെ ആ ഒരു ചൂട് നല്ലോണം താഴത്തേക്ക് ഇറങ്ങിയിട്ട് വിറക് നല്ല ചൂടുണ്ടാവും, കത്തി പിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ കുറച്ച് വിറകെടുത്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇടായിരുന്നു കേട്ടോ. പിന്നെ വിറകൊക്കെ താഴെ ഇട്ടു, ഞാനിതാ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പേസാണ് കേട്ടോ ഇത് നമുക്ക് 2ാം നില പോലെ എടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു ഹോളും പിന്നെ ഒരു ദിവാൻ സെറ്റും അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവിടെ പോയി ഇരിക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ആ ജനലൊക്കെ തുറന്നിട്ടാൽ നല്ല കാറ്റൊക്കെ വരും. പിന്നെ ആ ഒരു ഗ്ലാസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ശരിക്കും കാണാനും പറ്റും കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ വേഗം തന്നെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പുറത്തിരുന്നിട്ടാണ് കേട്ടോ നന്നാക്കിയത്. അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ട്രൈപോഡ് പൊട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഫോൺ വീഴുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ നമുക്ക് വെക്കാനും പറ്റുള്ളൂ. അപ്പോൾ സാധാരണ എനിക്ക് മീൻ വിറ്റിട്ട് വരുന്ന സമയത്താണ് കേട്ടോ മീൻ കൊണ്ടുവരാം. 5 മണി 4 മണിയൊക്കെ ആവും. അപ്പോൾ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മീൻ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറി വെക്കാനും വറുക്കാനും വേണ്ടിയുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കറി വെക്കാനും ചൂരയും പിന്നെ മത്തിയാണ് കേട്ടോ, ചെറിയ ചൂരയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കറി വെക്കാനും 2 കൂടി മിക്സ് ചെയ്തിട്ട് കറിയും പിന്നെ 2 കൂടി മിക്സ് ചെയ്തിട്ട് വറുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോഴത്തേക്കും ചോറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോറ് വേഗം ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇടയ്ക്ക് ഞാനിങ്ങനെ വാർത്ത് വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൻ്റെ മേലക്കടെ കഞ്ഞിവെള്ളം പോകും കേട്ടോ. അപ്പോൾ അത് പേടിച്ചിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും ഞാൻ വാർത്ത് വെക്കുക. അപ്പോൾ ചോറ് വാർത്ത് വെച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ വേഗം മീൻകറിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അടിച്ചു വരാൻ നിന്നത്. അപ്പോൾ അടിച്ചു വരി തീരാനാകുമ്പോഴത്തേക്കും മീൻകറിയൊക്കെ ഏകദേശം സെറ്റാവുകയും ചെയ്യും കേട്ടോ.
പിന്നെ നമ്മുടെ സിറ്റൗട്ടിൽ ഭയങ്കര വെയിലിരിക്കും കേട്ടോ. അപ്പോൾ ചവിട്ടിയൊക്കെ ഇട്ടിട്ട് അതിൽ നിൽക്കാൻ പറ്റുള്ളൂ, നല്ല പൊള്ളു കേട്ടോ കാല്. പിന്നെ സിറ്റൗട്ട് അടിച്ചു വാരി ഇതാ വേഗം ഉള്ളും കൂടി ഒന്ന് അടിച്ചു വരാണ് കേട്ടോ. നല്ല ചപ്പുണ്ടായിരുന്നു, കാരണം ഇന്നലെ രാത്രി വന്നിട്ട് പിന്നെ അടിച്ചു വരാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ദിവസം ഒരു 2 വട്ടമെങ്കിലും അടിച്ചു വരും കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിറച്ച് പൊടിയായിരിക്കും കേട്ടോ. ഈ ഒരു സെറ്റിൻ്റെ അടിയിലേക്ക് കാണാതെ പോയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചെരുപ്പും കുട്ടികളെ കളിപ്പാട്ടവും പെൻസില് മായ്ക്രബർ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. അടിച്ചു വരുമ്പോഴായിരിക്കും ഓരോ സാധനങ്ങൾ കിട്ടുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചൂലിങ്ങനെ കടത്തി അടിക്കാൻ പറ്റും, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും ഇങ്ങനെ നീക്കി അടിക്കുമ്പോഴായിരിക്കും ഓരോ സാധനങ്ങൾ ഇങ്ങനെ കിട്ടുക കേട്ടോ. ചില സെറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മളെ ചൂലിങ്ങനെ അടിയിൽ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സെറ്റാണെങ്കിൽ പിന്നെയും കുറേയൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ റൂമിലേക്ക് വന്നിട്ടുണ്ട്. റൂം ശരിക്കും ഒരു യുദ്ധക്കളം പോലെ ആയി കിടക്കുന്നുണ്ട് കേട്ടോ, അത്രയും സാധനങ്ങൾ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കേട്ടോ കിടന്നത്. താഴെ ബെഡിട്ടിട്ട് ഞാൻ കിടന്നു, മേളിലേക്കും കുട്ടികളെല്ലാവരും അവിടെ കിടന്നു കേട്ടോ. എനിക്ക് തലവേദന വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരും സംസാരിക്കാനോ എൻ്റെ അടുത്ത് കാര്യം വരുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് അപ്പുറത്ത് കിടക്കേണ്ട പറഞ്ഞിട്ട് ഞാൻ താഴെ കിടന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും കുട്ടികളൊക്കെ അപ്പുറത്തെ കട്ടിലും ഇക്ക ഇവിടെയാണ് കേട്ടോ കിടക്കുക. കാരണം ഇക്കാക്ക് മീൻ രാവിലെ പോകാനുള്ളതുകൊണ്ട് നേരത്തെ ഉറങ്ങും കേട്ടോ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടക്കും. ഇവരെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 10 മണിയൊക്കെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്താണ് കേട്ടോ കിടക്കുക. ചില സമയത്ത് അങ്ങനെ ലീവുള്ള ദിവസമൊക്കെ അങ്ങനെ താഴെ കിടക്കുകയും ചെയ്യും കേട്ടോ, അപ്പുറത്തെ റൂമിൽ എല്ലാവരും കൂടി ഒരുമിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ബെഡ് ഈ ഒരു കട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ റൂമിലേക്ക് നോക്കിയപ്പോൾ ആ കട്ടിൽ നിറഞ്ഞ് തുണികൾ കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ മടക്കി വെക്കാനുള്ള തുണികളാണ്. അപ്പോൾ വേഗം തന്നെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെഡ് ഈ റൂമിലേക്ക് ഇട്ടിട്ട് ആ റൂമും അടിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും തന്നെ അത് ചെയ്യാണ് കേട്ടോ. തുണികൾ മടക്കി വെക്കാമെന്ന് പറയുന്നത് എനിക്ക് അത്രയും ദേഷ്യമുള്ളൊരു പണിയാണ് കേട്ടോ. തിരുമ്പാനും ഉണക്കാനും പിന്നെയും കുഴപ്പമില്ല, അത് മടക്കി വെക്കാനാണ് എനിക്ക് ശരിക്കും ഭയങ്കര മടി കേട്ടോ. അപ്പോൾ ഇതാ എന്തായാലും മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഇതാ വേഗം തന്നെ തുണികളൊക്കെ ഒന്ന് മടക്കി ഓരോരുത്തരെ ഓരോ കൊട്ടയിൽ ഇങ്ങനെ വെക്കാനിട്ട് ചെയ്യാം. ഇൻ്റെയും പിന്നെ ഇക്കാൻ്റെയും ഫൈസിൻ്റെയും ഫാദറിൻ്റെയൊക്കെ വേറെ വേറെ ബോക്സിൽ വെക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചു. അപ്പുറത്തുനിന്ന് ബെഡൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടു. ഇതും ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്ന് ചാടിക്കളിക്കുന്ന വരണ്ട്, എന്നാലും നമ്മൾ സമാധാനത്തിന് ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് പഴയ ബെഡാണ് കേട്ടോ. കല്യാണം കഴിക്കുന്ന സമയത്ത് പുതിയ ബെഡ് വാങ്ങിയപ്പോൾ പഴയ ഉണ്ടായിരുന്ന ബെഡാണ്, കുറേ വർഷം മുന്നത്തെ ബെഡാണ് കേട്ടോ. നമ്മളിങ്ങനെ കോട്ടേഴ്സിലേക്ക് മാറുന്ന സമയത്തേക്ക് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടൊക്കെ വണ്ടിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ സൈഡത്തെ ഇങ്ങനെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ പോരാൻ തുടങ്ങി കേട്ടോ. പിന്നെ വേഗം ഈ ഒരു റൂമും കൂടി ഒന്ന് അടിച്ചിടാണ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കുറേ പേര് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഡെയിൻ മൈ ലൈഫ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ അധികം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തെ ഫോണിന് നമുക്ക് കംപ്ലൈൻ്റ് ആയതു, ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോൺ മാറ്റിയ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ, അതോ കുക്കിംഗ് വീഡിയോസ് ആണോ ഇഷ്ടം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ റൂം അടിച്ചു വാരി പിന്നെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് വേഗം അടിച്ചു വാരിയിടാണ്. അപ്പോഴത്തേക്കും മീൻകറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഫൈസിക്കുട്ടിയാണെങ്കിൽ ലീവുള്ള ദിവസം മൊത്തം ടി വിയിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ മദർസ് ഇട്ട് വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് ബോക്സിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഒരു 2 മത്തിയും 2 ചുരൻ്റെ പീസും വറുക്കാനും വേണ്ടി വെച്ചു കേട്ടോ. അത് വറുക്കാൻ വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേഗം ഒന്ന് തുടക്കുകയാണ്. തുടക്കം കൂടി കഴിഞ്ഞിട്ട് പുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല കേട്ടോ. കുട്ടികൾക്ക് വിശക്കുക പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഓൾക്ക് ചോറ് കൊടുത്തപ്പോൾ അങ്ങനെ ഞാനും കൂടി കഴിച്ചു. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കുമല്ലോ, മെല്ലെ നമുക്ക് ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൃതി കൂട്ടി കഴിക്കായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ചോറ് കഴിച്ചു. ചോറും മീൻകറിയും മീൻ വറുത്തതും തന്നെയാണ് കേട്ടോ. പിന്നെ വേറെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഒന്നാമത് ഇവിടെ ഉപ്പേരിയും കാര്യങ്ങളും അധികം ഇഷ്ടമില്ല കേട്ടോ ആർക്കും, അതുകൊണ്ടാണ് പിന്നെ ഒന്നും വേറെ ഉണ്ടാക്കാറുന്നത്. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് അത് ഉണ്ടായിരുന്നു. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറൊക്കെ കൊടുത്ത് 2 ആളെ ഒന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അട്ടപ്പാടി പോയിട്ട് പിന്നെ എണ്ണ തേക്കലും തല നനക്കലും ഒന്നുമില്ല, കാരണം നല്ല തണുപ്പല്ലേ. വെള്ളം മാറിക്കഴിഞ്ഞാൽ പിന്നെ ജലദോഷവും പനിയൊക്കെ വരുമല്ലോ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് മേലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തലയൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ 2 ആളുടെയും. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വേഗം കുളിപ്പിക്കുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് 2 ആളെ ഒന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈസിക്കുട്ടി ഉറങ്ങി, ഫാദുക്കുട്ടി ഉറങ്ങിയില്ല കേട്ടോ. അവളെ ഇക്കാൻ്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വിളിച്ചപ്പോൾ അങ്ങനെ ഫോണിൻ്റെ സൗണ്ട് ഇട്ട് എഴുന്നേറ്റു. പിന്നെ അപ്പോഴത്തേക്കും മിക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. താങ്ക് യു.